ni sa ga ga sa la 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 la. Ni sa ga ga sa ni sa ga sa ni sa ga ga sa ni sa ga sa ni sa ga ga sa ni sa ga sa ni sa ga ga sa. ആടുമേയ്ക്കാൻ കൂടി വരാ കൈക്കളുമാടി വരാ ആദിലാരെ ചൊല്ലി ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അഴകാർന്നൊരാടകൾ നെയ്തു തന്നു. ആയിരം വർണ്ണങ്ങൾ കൂടെ വന്നു അഴകാർന്നൊരാടകൾ നെയ്തു തന്നു. ആ മഴപ്പെട്ടി തുറന്നു തന്നു ആകാശം പൂത്തു. മണിത്തുങ്ങലും ചാത്തി തന്നു. കല്യാണപ്പൂ പന്തൽ സ്വർഗത്തേതോ പൂമുറ്റത്തോ കാറ്റിൽ കുരുത്തോല കലവില പാടും താഴത്തോ. സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. Ni sa ga sa ni sa ga ga sa ni sa ga sa ni sa ga ga sa ni sa ga sa ni sa ga ga sa ni sa ga sa ni sa ga ga sa. ആടുമേയ്ക്കാൻ കൂടി വരാ കൈക്കളുമാടി വരാ ആദിലാരെ ചൊല്ലി ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും നിലാവിൽ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടും
പ്രിയമുള്ള എല്ലാ സൂപ്പർ സ്റ്റാർ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് പൊളിച്ചു, സൂപ്പർ ആയിരുന്നു. മൊത്തത്തിൽ അവർ ആംബിയൻസിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് പാടി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി സീറ്റിലേക്ക് ഇരുന്നു എല്ലാവരും. Once again, welcome to Amarthwani Live with Superstar Senior, powered by Malabar Gold and Diamonds and Lens and Frames, co-powered by Eastern and Kalyan Silks. അപ്പോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇൻട്രോ പൊളിച്ചു. ഇനി സൂപ്പർ ഓർക്കസ്ട്ര. ഇനി ആരാ ജഡ്ജസിനെ വിളിക്കട്ടെ. ലെറ്റ്സ് വെൽക്കം ശരത് സർ, MG സർ ആൻഡ് മഞ്ജരി ചേച്ചി. ഹായ്, മഞ്ഞൊക്കെ പെയ്യുന്നു സർ, മഞ്ഞ് പെയ്യുന്നു, കുളിര് കോരുന്നു അല്ലേ? അതെ സർ, ഈ ഡിസംബർ മാസം. അതെ അതെ, ക്രിസ്മസ് എന്ന് പറയുമ്പോ അതാണ് ഒരു എന്താണ്, ആഘോഷങ്ങളുടെ ഒരു വരവാണ്. ഈ കണ്ടസ്റ്റൻസ് ഒക്കെ സർ പാടുമ്പോഴേ ഇതുപോലെ മഞ്ഞില് നിക്കണം എന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഇന്ന് സാധിച്ചു. ഈ ക്രിസ്മസ് മഞ്ഞ് കണ്ടിട്ടില്ല, സൂപ്പർ സ്റ്റാറിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ മഞ്ഞ് കണ്ടിട്ടുള്ളൂ. ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല സർ. ശരി, മഞ്ഞുള്ള സമയത്തൊക്കെ അവൾ ഉറങ്ങായിരിക്കും. 12 മണിക്കാണ് ഉണരുന്നത്. ക്രിസ്മസ് ആയിട്ട്. ശരിക്കും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് ക്രിസ്മസ്. അപ്പം ഞാൻ അത് ആഘോഷിക്കണം. വേറൊരു കാര്യമുണ്ട് മഞ്ജരി, സർ, ഇപ്പൊ നമ്മുടെ മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ -1 ഒക്കെയാണ്, സ്നോ വീഴാൻ തുടങ്ങി. അപ്പൊ യഥാർത്ഥ ക്രിസ്മസ് എവിടാണ്? മൂന്നാറിലാണ്. നമ്മുടെ നാട്ടില്, കേരളത്തില്. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ് സർ. നിന്നെ കണ്ടൊരു ക്രിസ്മസ് പപ്പായ പോലെ ഉണ്ട്. ഉണ്ടല്ലേ? എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഇത് എവിടെന്നാന്നറിയോ? കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ് എനിക്ക് വേണ്ടി സ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്ത് തന്ന ഡ്രസ്സാണ്. താങ്ക് യു കല്യാൺ സിൽക്സ്. അല്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. MG സർ, ശരത് സർ, ചേച്ചി, ഇവിടെ നിങ്ങൾ വരുന്നതിന് മുന്നേ പിള്ളേര് തകർത്തു. അവരുടെ ആയിരുന്നു ഇൻട്രോ, പൊളിച്ചു അവര്. ദേവദൂതർ പാടി. അതുപോലെ ഇവരും തകർത്തു. രണ്ടുപേരും സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ജഡ്ജസ് നിങ്ങളെ വിട്ടുകൊടുക്കരുത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. മഞ്ജരി ഒരു 4 പാട്ട് പാടിക്കുള്ളൂ. സോങ് വേണം. സോങ് ഇല്ലാണ്ട് പറ്റില്ല സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ. പൊളിക്കും. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഹാപ്പി ക്രിസ്മസ് ഒന്നുകൂടെ വിഷയം. ഓക്കെ, റെഡി? 1, 2, 3. മേരി ക്രിസ്മസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ സോൾഫുൾ ക്ലാസിക്സ് റൗണ്ട് ആണ്. പാടാൻ വരുന്നു അർജുൻ. അർജുൻ, ഹായ് പറു. ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് അർജുന്റെ ഒരു കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ എന്തായാലും ചോദിക്കാം. MG സർ, എങ്ങനെ ഉണ്ടായിരുന്നു അർജുന്റെ പാട്ട്? അർജുൻ സർ, ഐ ലവ് യു. ആസാദ്യമായിട്ട് പാടി. ആസാദ്യം. കാരണം ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പകുതി ജീവൻ പോകും. കാരണം എന്തുമാത്രം ഉണ്ട് ഇതിനകത്ത്. ആദ്യം തന്നെ തുടക്കം തന്നെ കുറെ ആലാപനത്തിൽ കുറെ സംഭവം അത് ദാസേട്ടനെ വെച്ച് കീറിയിട്ടുണ്ട്. മോൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ, പാടി. പിന്നെ ഇതുപോലത്തെ കുറെ
കഷ്ടപ്പെട്ട്, അതായത് കഠിനമായിട്ടുള്ള പാട്ടുകൾ അല്ലേ, ഇതുപോലത്തെ ടഫ് സോങ്സ് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോകും. പോയില്ലേലേ ഉള്ളൂ കുഴപ്പം. പോയിട്ടുണ്ട്. രാഗം പാടുന്നില്ലേ, തുടക്കത്തിലെ ഹമ്മിങ് എൻഡ് ചെയ്യുന്ന പോർഷന് കുറച്ച് ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒരു ശകലം ഉണ്ട്. എങ്കിലും ടോട്ടാലിറ്റി നോക്കുമ്പോഴത്തേക്ക് ഒരു വലിയ ജ്ഞാനസ്ഥനാണ് നിങ്ങൾ. താങ്ക് യു സർ. കാരണം അങ്ങനെ പോയ സ്ഥലങ്ങൾ നിങ്ങൾക്ക് പാടാൻ പറ്റും എന്നുള്ളത് മറ്റ് സ്ഥലങ്ങളിൽ നിങ്ങൾ കാണിച്ചത്. താങ്ക് യു സർ. പേടിക്കൊന്നും വേണ്ട. അല്ല പേടി ഒന്നുമില്ല സർ. അല്ല ഉണ്ട്. ഞാൻ അതിനിടയിൽ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ എടുക്കുന്നത് ലാസ്റ്റ് ആയപ്പോ കുറച്ച് അല്ല, ഈ ബീജം വരുമ്പോഴത്തേക്ക് രണ്ടെണ്ണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി മൂന്നാമത്തെയും കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവമേ രക്ഷപ്പെടണമെന്നൊക്കെ രക്ഷപ്പെടും. നിങ്ങൾ അങ്ങനെ വരുന്ന സമയത്തൊന്ന് ഒരു വ്രത്തൊക്കെ എടുത്തങ്ങ് വിട്ടു കഴിഞ്ഞാൽ പോവും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് ഭാവം ചില സ്ഥലങ്ങളിൽ ഈ പകലകം പൊരുളിന്റെ രാജധാനി ശ്രീരാജധാനി അത് ജസ്റ്റ് ഒന്ന് മൂളിക്കുന്നു. ജസ്റ്റ് പകലകം പൊരുളിന്റെ ശ്രീരാജധാനി അവിടെ കുറച്ച് എക്സ്പ്രഷൻസ് കൊടുത്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. എന്തൊരു പാട്ടാണിതപ്പാ. ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. നല്ല കിടിലമായിട്ട് പാടി ഇത് എടുത്തതിന്, ഇത് ഇത്രയും ഭീകരമായിട്ട് സോങ് എടുത്തോട്ട് വന്നതിന് വീണ്ടും ഒരു വലിയ കാര്യം. അവന് നന്നായിട്ട് മുമ്പോട്ട് പോകട്ടോ. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു MG സർ. ശരത് സർ. എന്തോ എടാ ദോശേ സർ, നല്ല പാട്ട്, നല്ല പാട്ട്, പാട്ട് നന്നായിട്ട് പാടി. അത് ആദ്യം പറയാം, നന്നായിട്ട് തന്നെ പാടി. പിന്നെ എനിക്ക് ഈ ആലാപ്പിന്റെ എൻഡ് നീ ഒന്നും പാടി കാണിക്കാമോ? അതൊന്നും കൂടെ നമുക്ക് അതൊന്ന് ശരിയാക്കണ്ടേ? താരണ പദമ്മ കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ലാസ്റ്റ് ലൈൻ ഒന്ന് പാടാമോ? പകരൂ പനി നീർ കുടഞ്ഞു മേഘദൂതു തുടരൂ. എന്താ അങ്ങ് വന്ന് നിൽക്കണം. മൊത്തത്തില് ഈ പാട്ടിന്റെ ഒരു സുഖമുണ്ടല്ലോ, ഒരു കോമ്പസിഷൻ. പണ്ണം പറഞ്ഞത് ഒരു നല്ല പാട്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പൂത്തിരി കത്തും ഈ ക്രിസ്മസ് ആയിട്ട്. അപ്പൊ അത് തന്നെ നിങ്ങൾക്കൊരു പ്ലസ് ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചക്രകളെ. ഓക്കേ, താങ്ക് യു ശരത് സർ. ചേച്ചി അർജുൻ മാം, മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. നല്ല ഭംഗിയുള്ള പള തിളങ്ങുന്ന ഒരു കുർത്ത. ഇത് ഇതിനു വേണ്ടി സെലക്ട് ചെയ്താണോ? ക്രിസ്മസിന് വേണ്ടിട്ട്. ക്രിസ്മസിന് വേണ്ടി ഈ പാട്ടുമായിട്ട് എന്തെങ്കിലും അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. എനിക്കത് കണ്ടിട്ട് കണ്ടടിച്ചോളാൻ വയ്യ. ശരത് സാർ അതിലെ എങ്ങനെ പെയിന്റ് ചെയ്യാന്ന് ആലോചിച്ചിരിക്കും. പെയിന്റ് ഒക്കെ എടുത്ത് വെച്ച് മോനെ സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു മാം. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴായാലും രാവിലെ ആയി എന്നുള്ളൊരു ഫീലിംഗ്. ഈ പാട്ട് ഞാൻ ഇതുവരെ കോമ്പറ്റീഷനിൽ അങ്ങനെ പാടുന്ന കേട്ടിട്ടില്ല. പൊതുവേ ഇതൊരു ടൈറ്റിൽ ട്രാക്ക് പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കേൾക്കാറുള്ളത്. വളരെ റെയർ ആയിട്ടാണ് ആരെങ്കിലും എടുത്ത് പാടുന്നത്. മോനെ അസലായിട്ട് പാടി. നല്ല സെലക്ഷൻ. ഈ ഒരു പാട്ടിനകത്ത് നല്ലോണം അർജുൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഈ പറഞ്ഞ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, അത് നമുക്ക് വർക്ക് ചെയ്ത് ശരിയാക്കേണ്ടതാണ്. അക്ഷരങ്ങൾ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി വന്നാൽ നന്നായിരിക്കും. എനിക്ക് ആ പുഴയൊരു അവിടെയൊക്കെ അതിങ്ങനെ ഒരു ഉഴപ്പ് ഫീൽ ചെയ്യാം. അവിടെ കുറച്ചുകൂടി ഒന്ന് ലിറിക്കൽ ക്ലാരിറ്റി കൊണ്ടുവരാം, ഭംഗിയായിരിക്കും അത്. അതേപോലെ ആ ആലാപ്പ് തുടങ്ങിയപ്പോൾ ഒന്ന് ഫസ്റ്റ് തുടക്കം ഒന്ന് ചേരാമായിരുന്നു. പിന്നെ അങ്ങോട്ടൊരു ടേക്ക് ഓഫ് ആയിരുന്നു. അതൊക്കെ സൂപ്പർ. പിന്നെ ഇതന്നെ ഈ ചെറുപ്പ് കറക്റ്റ് ചെയ്ത ആ പോർഷനാണ് എനിക്ക് തോന്നിയത് ഒരു ചെറിയൊരു പ്രോബ്ലം പോലെ തോന്നി. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. അർജുന, ഈ ഒരു ഗുഡ് പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു മാം. ശരത് സർ. എന്തോ ഞാൻ 5 മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇടൽ മാർക്ക്. ഇടൻ മാർക്ക്. താങ്ക് യു. താങ്ക് യു സർ. MG സർ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പ്രോഗ്രസീവ് ആയിട്ട് വളർന്നു വരുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഉൾപ്പുളകം. അതുകൊണ്ട് ഞാനൊരു 9.1. So total 18.1. ശരത് സർ, നമുക്ക്
നമുക്ക് ക്രിസ്മസ് ആയിട്ട് രാജാ സാറിന്റെ പാട്ട് കേൾക്കാതെ പറ്റുമോ? ഒരിക്കലും അത് ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ വിഷു ആണെങ്കിലും ആണെങ്കിലും എന്താണ്? സംക്രാന്തി ആണെങ്കിലും വാട്ടവർ Birthday ആണെങ്കിലും. ഇല്ലാത്ത ഒരു സംഭവം ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് രാജാ സാറിന്റെ പാട്ട് കേൾക്കാം. വാവ്, വളരെ റൊമാൻറ്റിക് മാച്ച് Super, റൗണ്ടിൽ super. പാടാൻ വരുന്നു ഗൗരി. ആ അടിപൊളി. மாலையில் யாரோ மனதோடு பேச மார்கழி வாடை மெதுவாக வீச தேகம் கூசவே ஓ மோகம் வந்ததோ மோகம் வந்ததும் ஓ மௌனம் வந்ததோ நெஞ்சமே பாட்டெழுது அதில் நாயகன் பேரெழுது
வந்ததோ மோகம் வந்ததும் ஓ மௌனம் வந்ததோ நெஞ்சமே பாட்டெழுது அதில் நாயகன் பேரெழுது நெஞ்சமே பாட்டெழுது அதில் நாயகன் பேரெழுது. Thank you. നൈസ് 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 വെരി ഗുഡ്. ഗൗരി, ആർച്ചിച്ച രാജാ സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? അതെ, ഓക്കെ, ചോദിച്ചു നോക്കാം. ചോദിക്കാം. ചേച്ചി, ഗൗരിക്കുട്ടി, മാം, സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു മാം. നന്നായി പാടി മോള്. താങ്ക് യു മാം. ചില ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല ഈസി ആയിട്ട് പാടി. കഴിഞ്ഞ പ്രാവശ്യം മോള് പാടുമ്പോൾ ഞങ്ങൾക്ക് വെപ്രാളായിരുന്നു ഇവിടെ. അയ്യോ വയ്യാണ്ടായല്ലോ, എങ്ങനെയാണെന്ന് ശരിയാക്കി പാടാം. ഇന്നിപ്പോ ശബ്ദമൊക്കെ നന്നായി പാടി. ബ്യൂട്ടിഫുൾ. എനിക്ക് തുടക്കത്തിൽ മാത്രമാണ് ഈ എൻഡിങ്സ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് പേസ് വീസ് അവിടെയൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒരു നോട്ട്സ് ക്ലിയർ ആവായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. അല്ലാതെ മോള് ഭംഗിയായിട്ട് തന്നെ പാടി. ഇതിൽ മറ്റൊന്നും പറയാനില്ല. ബ്യൂട്ടിഫുൾ മോള്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ശരത് സർ. ഗൗരി, സാർ, ബ്യൂട്ടിഫുൾ സോങ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഒറ്റ കാര്യം, ഈ മാലയിൽ യാരോ അതൊന്ന് പാടാമോ? മാലയിൽ യാരോ 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 അത്രയും അങ്ങനെ സ്ലോ ഗ്ലൈഡ് ചെയ്താൽ അത് കൊള്ളാവും. ആരോ അങ്ങനെ പാണ്ടല്ല. നീ എന്താ പിന്നെ അതിൽ നായകൻ പേരെഴുത് അതൊന്ന് പാടാമോ? അതൊക്കെ ഈ ഞാൻ പറഞ്ഞ ഫീലാണ് പാടേണ്ടത്. അതിൽ നായകൻ പേരെഴുത് 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 ഒരു നോട്ട് ഗ്ലൈഡ് അത്ര സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം. പാട്ടിന്റെ ഒരു ക്യാരക്ടർ അതാണ്. സ്ട്രിങ്സ്, നിങ്ങളുടെ ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആണ്, വണ്ടർഫുൾ. പ്രത്യേകിച്ച് സ്ട്രിങ്സ്. പിന്നെ നമ്മുടെ ഒരിക്കലും വീട് കെട്ടിത്തീരാത്ത രാജേഷും സൂപ്പറായിരുന്നു. താങ്ക് യു സർ. എം ജി സർ. ഗൗരി, സാർ, നല്ല രസമായിട്ടുള്ളൊരു പാട്ട് നന്നായിട്ട് പാടി. പക്ഷെ ഗൗരി ഓണായത് എവിടെയാണെന്നറിയും? ശരണം തൊട്ടാണ് അങ്ങോട്ട് ഓണായത്. അതുവരെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഈ എന്താണ് ബ്ലെൻഡ് ചെയ്ത് വരേണ്ടതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വന്നിരുന്നത് നന്നായിരുന്നു. ശരണം തൊട്ട് നല്ല രസമായിട്ട് പാടി. എൻഡിങ് ഒക്കെ നന്നായിരുന്നു. നല്ലൊരു സെലക്ഷൻ. അതുപോലെ തന്നെ ശരത്ത് പറഞ്ഞ പോലെ ഇതിൻ്റെ ബീജിയം, തേർഡ് ബീജിയത്തിൽ ആ വയലിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷനിൽ അത് പ്ലെയിനായിട്ട് വായിച്ചാൽ എങ്ങനെ ഇരിക്കും? വളരെ എന്താണ് ബ്ലണ്ടായിട്ട് തോന്നും. പക്ഷെ അതിനകത്ത് ശ്രമലോ വന്നപ്പോ അതിന്റെ ബ്യൂട്ടി അല്ലേ, അത് വേറൊരു ഫീലാണ്. നമുക്കൊരു കുളിരാണ് അത് വന്നപ്പോ ഈ പാട്ടുമായിട്ട് അങ്ങ് ജെല്ലായി. ഓ, ബ്യൂട്ടിഫുൾ സോങ്. നന്നായിട്ട് പാടി മോളെ. ടോട്ടലി ഇറ്റ് വാസ് വെരി നൈസ് കേട്ടോ. താങ്ക് യു സാർ. പക്ഷെ ഈ പറഞ്ഞ കാര്യം നോക്കണം കേട്ടോ. ഓ, നോക്കാം സാർ. അങ്ങനെയുള്ള ഈ ഗ്ലൈഡുകളുണ്ടല്ലോ, ഈ പാട്ടിന്റെ ഒരു കാതലായിട്ട് ഒരു എസൻസ് ആണ് അണ്ണാച്ചി ഇവിടെ പറഞ്ഞത്. എല്ലാം കൊണ്ടും ക്രിസ്മസിൽ ഒരു നല്ല പാട്ട് കേൾക്കാൻ നമ്മുടെ അമൃതയുടെ പ്രേക്ഷകർക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. എം ജി സർ. 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ഞാനും 8.7. സർ ഹിഡൻ മാർക്കാണ് സർ. വെറുതെ പറഞ്ഞേ ചേച്ചി, പറ്റിക്ക്. ആദ്യം 12.5 എന്ന് എഴുതി കേട്ടോ. 12.5 എന്ന് എഴുതി, എന്നിട്ട് വെട്ടിയിട്ടാണ് പിന്നെ അത്ര എനിക്ക് കപ്പാസിറ്റി. ഓക്കെ ചേച്ചി. 8.7. താങ്ക് യു മാം. ഓക്കെ ഗൗരി, സോ ടോട്ടൽ 17.4. താങ്ക് യു. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ക്രിസ്മസ് ഒക്കെയാണ്. നമ്മൾ ക്രിസ്മസിന്റെ കാര്യം മറന്നു പോകരുത്. ഞാൻ മറക്കും. എനിക്ക് ഉടുപ്പുള്ളിടത്തോളം കാലം ഞാൻ മറക്കില്ല. എനിക്ക് സ്റ്റാർ ഉണ്ട്. പാറു, ഈച്ച് ആൻഡ് എവരി മൂമെന്റ് നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്?
ക്രിസ്മസ്. യെസ്. പാറുവിനെ ഞാനൊന്ന് സ്റ്റാൻഡിൽ പിടിക്കും. അയ്യോ അമ്മച്ചി. ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ സാന്റാക്ലോസ് വരും. അതെ. കാണാൻ നല്ല രസമാണ്. അതെ. കാരണം താടിയും ഇതെല്ലാം വെച്ചിട്ട് വലിയ വയറും ഒക്കെ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ ഇട്ട്. സാന്റാക്ലോസ് വരും. എന്നിട്ട് കുറെ സമ്മാനങ്ങളൊക്കെ കൊടുക്കും. അതെ. അതെ. അതിനകത്ത് കേക്ക് കാണും, ആ, മിഠായി കാണും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണും. അതെ. അപ്പം ചുരുക്കത്തിൽ സാന്റാക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷത്തിന്റെ ഒരു വരവറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ സാന്റാക്ലോസിനെ കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയോ? അറിയോ? സാന്റാക്ലോസിന്റെ ശരിക്കുള്ള പേര് പറയും. സാന്റാക്ലോസിന്റെ ശരിക്കുള്ള പേരെന്താണ്? ക്രിസ്മസ് അപ്പൂപ്പൻ. അങ്ങനെയും പറയും. അങ്ങനെ പറയാം. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള പപ്പ, ക്രിസ്മസ് അപ്പൂപ്പൻ, സാന്റാക്ലോസിന്റെ യഥാർത്ഥമായിട്ടുള്ള പേരാണ്. തോറ്റോ? ആർക്കെങ്കിലും അറിയോ? കാരണം ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് തോമസും വർഗീസും ഒന്നുമല്ല. പറയാം ഒരു കാര്യം. ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവരെല്ലാം ആലോചിക്കും ഇപ്പോഴും ഈ സാന്റാക്ലോസ് ശരിക്കും ആരാ? മഞ്ചേരി പറയൂ, ആരാ? ഞാനല്ല. അല്ല, നമുക്കറിയുന്ന എന്താ ഇങ്ങനെ വരുന്നു ഇങ്ങനെ. ശരി, സാന്റാക്ലോസ് എന്ന് പറഞ്ഞൊരു സങ്കല്പമല്ല, ശരിക്കും ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് സെന്റ് നിക്കോളാസ്. തുർക്കിയില് 4-ാം നൂറ്റാണ്ടില് ജനിച്ച ധനികനായ ഒരു മനുഷ്യനാണ് സെന്റ് നിക്ലോസ്. ഈ സെന്റ് നിക്ലോസ് എന്ന് പറഞ്ഞാണ് ഈ സാന്റാക്ലോസ് ആയിട്ട് മാറിയത്. എന്തൊരു മാറ്റം അത്. അപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സോക്സിനകത്ത് ഇങ്ങനെ ഈ അതെ 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 കണ്ടിട്ടുണ്ടോ? സ്റ്റോക്കിങ്സിലൊക്കെ ഇങ്ങനെ. അതിനൊരു കഥയുണ്ട്. അതായത് ഒരു വളരെ പാവപ്പെട്ട കുടുംബം ക്രിസ്മസ് ആഘോഷിക്കാൻ ഒട്ടും സാധ്യമല്ലാത്ത രീതിയിൽ വിഷമിച്ചപ്പം അദ്ദേഹം ഇത് കാണുകയും അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ ഒരു സോക്സിനകത്ത് കെട്ടിയിട്ട് ഇവരുടെ ചിമ്മിനി വഴി ഇട്ട് കൊടുത്തു. അങ്ങനെ അത്ര ദാനം ചെയ്യുന്ന ഒരു വലിയ റിച്ചസ്റ്റ് പേഴ്സൺ ആയിരുന്നു സെന്റ് നിക്ലോസ്. പിന്നെ ഈ പടം എങ്ങനെയാണ് വന്നത്? അദ്ദേഹം ഇങ്ങനൊന്നും അല്ല ഇരിക്കുന്നത്. സെന്റ് നിക്ലോസ് മാറിയിട്ട് സാന്റാക്ലോസ് നിന്നു അല്ലേ? അത് ഒരു പരസ്യത്തിൽ വന്നതാണ്. ഇങ്ങനൊരു പടം ഒരു പരസ്യത്തില് വന്നാണ്. പറയാൻ പറ്റില്ല, നമ്മൾ ഈ കുടിക്കുന്ന ഒരു പാനീയമുണ്ട്, അതിന്റെ മേളിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഫോട്ടോ വരികയും ഈ ഫോട്ടോ ശരിക്കും ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് അങ്ങനെ സാന്റാക്ലോസ് ആയി മാറി വൈറലായി. സോ ഇപ്പൊ മനസ്സിലായോ പാറുവിന്? മനസ്സിലായി. ഇനി പറയൂ, ആരാണ് സെന്റ് നിക്ലോസ്? യെസ്, അദ്ദേഹം എവിടാണ് ജനിച്ചത്? ടർക്കിയില്. യെസ്, ഏത് ആണ്ടിലാണ്? 4-ാം ആണ്ടിലാണ്. ചിമ്മിനിയിലൂടെ എന്തിട്ടു? ഗോൾഡ് കോയിൻ, സോക്സിനകത്ത് ഗോൾഡ് കോയിൻ. പാവപ്പെട്ട ഫാമിലിക്ക്. താങ്ക് യു MJ സർ, താങ്ക് യു സോ മച്ച്. മെറി ക്രിസ്മസ്. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സ്ഥിതിക്ക് നമുക്ക് പാട്ടിലേക്ക് പോവാം. അപ്പോ സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിലേക്ക് പോവാണ്. പാടാൻ വരുന്നു നമ്മളുടെ സർ രാഹുൽ. ഓക്കേ, അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. മാണിക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ. മുറ്റത്ത് ചെറിയ രത്ന പെറുക്കാൻ അപ്സര കന്യകളെ പോരൂ. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. മാണിക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ. നിരികരി നിരികരി നിരിനിത മമവ ഗഗരി സനി നിധനി സരിഗ സരിഗ മവദനി സരിഗരി സനി ദബ മഗരി.
കൊണ്ടുത്തരീയം ചുറ്റി പത്തരമാറ്റുള്ള പട്ടുകസവു കൊണ്ടുത്തരീയം ചുറ്റി നീ വരും ഈ വഴി പൂവിതറുന്നത് തങ്കക്കിനാവോ കാറ്റോ അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്യക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ താലപ്പൊലികളൊഴിഞ്ഞു മാളികവാതിൽ തുറന്നു താലപ്പൊലികളൊഴിഞ്ഞു ചെപ്പുക്കുടങ്ങളിൽ പൊന്നും കൊണ്ടൊരു മഞ്ചലിലേറി ചെപ്പുക്കുടങ്ങളിൽ പൊന്നും കൊണ്ടൊരു മഞ്ചലിലേറി നീ വരും ഈ വഴി പൂവിതറുന്നത് സങ്കൽപ്പങ്ങളോ നീ വരും ഈ വഴി പൂവിതറുന്നത് സങ്കൽപ്പങ്ങളോ കാറ്റോ കാറ്റോ അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്യക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ മുറ്റത്ത് ചെറിയ രത്നം പെറുക്കാൻ അപ്സര കന്യകളെ പോരൂ അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരപ്പറ മുത്തുണ്ടേ മാണിക്യക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ രാഹുൽ പാറു ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ടു യു. താങ്ക് യു. എങ്ങനെ തോന്നി പാടിയിട്ട്? കുഴപ്പമില്ലായിരുന്നു തോന്നി. ചലഞ്ചർ ഉണ്ടെന്ന് കേട്ടെ ഒരു അങ്ങനെ ഒരു ഫീല് വന്നില്ലേ? കാരണം കേൾക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പാട്ട്. പക്ഷെ നമ്മൾ അറിയാതെ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോകാനും പാടില്ലല്ലോ. അതെ, പാട്ട് ശരിയാവണം. പാട്ടിനോട് എങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ മൊത്തത്തിൽ പോകാനും പറ്റില്ല നമുക്ക്. എന്നാലും കുഴപ്പമില്ലാണ്ട് കുഴപ്പമില്ലാണ്ട് പാടിയെന്ന് തോന്നുന്നു. ഓക്കെ, ചോദിക്കാം. ശരത് സർ. സാറേ സാറേ നല്ല രസമുള്ള പാട്ട്, നല്ല വളരെ വണ്ടർഫുൾ. ഇത് പാടാൻ മെനക്കേടാണ്. കാര്യം അദ്ദേഹം ആ രാഗത്തിനെ ഇതിനകത്ത് കുഴച്ച് ഈ കേൾക്കുമ്പോൾ നമുക്കൊരു തുള്ളാൻ തോന്നുമെങ്കിലും തുള്ളിയാൽ ഇടപാട് തീരും. എന്ത് തീരും? ഇടപാട്. എനിക്ക് ആകെ ഉള്ള ഒരു ഡൗട്ട്, മാണിക്യക്കല്ലുകൊണ്ട് 7 നിലയുള്ള അവിടെ ഒരു ഡൗട്ടുണ്ട് പാടുമ്പോ. അതെന്താണ് സംഭവം? മാണിക്യക്കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അവിടെ ഒരു സംശയത്തിന്റെ നിഴൽ, ദുരൂഹത, മൊത്തത്തിൽ മനസ്സിലാകാത്ത ഒരു വികാരം വന്നു. വേറൊന്നുമില്ല, വേറെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ സാറേ, നന്നായിട്ട് തന്നെ പാടി. പിന്നെ ആ ആദ്യത്തെ ആല പാടുമ്പോൾ ആ ദൈവതത്തിനൊരു പെർഫെക്ഷൻ വേണം. അതൊന്നും കൂടെ അന്ന് പാടിയാൽ ഞാൻ കുറേയും കൂടെ തൃപ്തനാവും പാറു. ആ ദായയുടെ കാര്യം ഞാൻ പറഞ്ഞ അതെപ്പോഴും ചേട്ടൻ അനങ്ങണ്ട, അങ്ങനെ പേടിക്കണ്ട. ഇപ്പൊ പാടി കഴിഞ്ഞല്ലോ, നന്നായിട്ട് തന്നെ പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. എം ജി സർ. നന്നായിരുന്നു മോനെ. താങ്ക് യു സർ. കാരണം ഈ പാട്ട് ഒരു സമയത്ത് ഗാനമേളയ്ക്ക് വെച്ച് സ്പ്രിഞ്ചിക്കൊണ്ടിരുന്ന പാട്ടാ. കാരണം ഏത് ഗാനമേള അന്നത്തെ കാലഘട്ടത്തിൽ ഈ റിലീസായതിനു ശേഷം ഏത് ഗാനമേള ഉണ്ടെങ്കിൽ ആനക്കെടുപ്പത് പാടണേ എന്ന് പറഞ്ഞ് വിളിയോടെ വിളിയാ. അന്ന് ഇതൊക്കെ വെച്ച് എത്ര പ്രോഗ്രാമാണ് പാടിയിരിക്കുന്നത്. ഓ, സൂപ്പർ പാട്ടാണ് കേട്ടോ. ഒരു ക്ലാസിക്കൽ ബേസ് ആണ് ഇതിന്. അതാണ് രവീന്ദ്രൻ മാഷ് അടിപൊളി ചെയ്തു കഴിഞ്ഞാലും അതിനകത്തൊരു കഴമ്പുണ്ട്. അല്ലാതെ വെറുതെ ചുമ്മാ എന്തെങ്കിലും ചെയ്ത് വെക്കുകയല്ല. കാരണം ഇപ്പോഴും ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് വരുന്നുണ്ട്. പക്ഷേ
ആ ഫാസ്റ്റ് നമ്പേഴ്സിന് ലൈഫ് ഇല്ലാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിനകത്തൊരു എന്താ പറയുന്ന ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു കുറച്ച് ടച്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കും. ഇപ്പം പട്ട അഭിഷേകം ദിനവും പട്ട കൊണ്ട് അതിപ്പോഴും ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്തതാണ്. അതിപ്പോഴും നിൽക്കുന്ന ലിറിക്സൊക്കെ അങ്ങനെയൊക്കെയാണ്. പക്ഷെ എങ്കിലും ആ രാഗത്തിൻ്റെ ഒരു വെയിറ്റാണ് ആ പാട്ടിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പം യുവർ സെലക്ഷൻ ഈസ് വെരി ഗുഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് പറയുമ്പം നൊട്ടേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ആനക്കെടുപ്പത് പൊന്നുണ്ടേ താരീര താരിരേ സാരീക ഭാരതേ, അതൊക്കെ കൃത്യമായിട്ട് ആ നോട്ടിൽ തന്നെ വരണം. പല സ്ഥലങ്ങളിലും അത് ഇപ്പം മുത്തുക്കൂടയു സാരിക സാരി, അപ്പൊ അത് കൃത്യമായിട്ട് അതിൽ തന്നെ വരണം. കുറേ പോർഷൻസ് മനോഹരമായിരുന്നു. ചിലയിടത്തൊക്കെ ഇപ്പൊ അണ്ണാച്ചി ഞാനും ഒക്കെ ഒരേ രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്ന പോയിരിക്കുന്ന സ്ഥലമൊക്കെ. നന്ദി, നമസ്കാരം രാഹുൽജി. താങ്ക് യു സർ. ചേച്ചി രാഹുൽ ചേച്ചി നന്നായി പാടി. താങ്ക് യു. എനിക്ക് രാഹുലിന്റെ ഈ പഴയ പെർഫോമൻസിലൊക്കെ എപ്പോഴെങ്കിലും ഒരു ടെൻഷൻ കൂടെ കൊണ്ട് നടക്കും. അതെ, നിഴല് പോലെ ഒരാള് സൈഡിലുണ്ട് ടെൻഷൻ. അതെ, ഇന്ന് അത് വലുതായിട്ട് തോന്നിയില്ല. കാരണം വോയിസിനൊരു പവർ ഉണ്ടായിരുന്നു, ഒരു ഗെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ കേൾക്കാൻ ഞാൻ ആദ്യം രാഹുൽ വന്ന സമയത്തെ നോട്ട് ചെയ്ത ഒരു കാര്യമാണ് ശബ്ദം. നല്ല ശബ്ദമാണ് രാഹുലിന്റെ. താങ്ക് യു. എനിക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എസ്പെഷ്യലി ഇത് നമ്മളെല്ലാവരും നമ്മുടെ ടീം മൊത്തം ഇവിടെ ഇരുന്നിട്ട് ആനക്കെടുപ്പത് എന്ന് വരുമ്പം ഡാൻസാ. അത് നല്ലൊരു സെലക്ഷൻ, ഒരു ഓളം ഉണ്ടാക്കി, ഗംഭീരായിരുന്നു. എനിക്ക് ആ ഒരു ഇത് എന്താ പറയാ, ഇതിനകത്ത് ചെറിയൊരു വെള്ളി അടിച്ച സമയത്ത് മൈൻഡ് വല്ലാണ്ട് അങ്ങോട്ടൊരു സ്ക്രാച്ച് പോലെ വന്നു അല്ലേ? ഇടയ്ക്ക് പാടും ചെറുതായിട്ട് ട്രൈ ആയിട്ട്. ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഇനി ഒന്നും പതറല്ലേ എന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് അത് അങ്ങ് മറന്ന് മുന്നോട്ട് പോയി. അത് ഈ സ്റ്റേജില് ചെറുപ്പം തൊട്ടേ വെള്ളി ഇങ്ങനെ വീണിട്ടേ വീണിട്ട് ഇനി വെള്ളിക്കും വില കൂടി ഇനി കൂടും. അതുകൊണ്ട് എനിക്ക് രാഹുലിന്റെ ആ സിംഗിങ്, എനിക്കൊന്ന് വോയിസിനകത്ത് കുറച്ച് സ്ട്രെയിൻ വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നത്. അപ്പം അവനവന്റെ സ്കെയില് ചൂസ് ചെയ്യുക, ഏതാണോ കംഫർട്ടബിൾ സ്കെയിൽ അതിൽ പാടാൻ ശ്രമിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ, കാരണം ഓവർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ശബ്ദത്തിന് അത് കേടാണ്. അപ്പം ശ്രദ്ധിക്കുക, വോയിസ് നല്ലോണം സൂക്ഷിക്കുക. കാരണം യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്, ഭയങ്കര ശബ്ദമാണ്. ബേസ് നോട്ട്സ് പാടുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു പ്രാക്ടീസ് കുറച്ചുകൂടി ആവാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മെരി ക്രിസ്മസ്. അപ്പൊ മാർക്സ് ചോദിക്കാം. ഓക്കെ, എം ജി സർ. 8.8. താങ്ക് യു സർ. ശരത് സർ. മെറി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു സർ. ചേച്ചി. രാഹുൽ, ഈ പെർഫോമൻസിന് 8.7. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.5.